In 5G, URLLC stands for 5Gന്റെ കേസിൽ നമ്മൾ സ്പീഡ് പറയാം അൾട്രാ ഹൈ സ്പീഡ്, അൾട്രാ ലോ ലാറ്റൻസി എന്നാണ്. URLLC stands for അൾട്രാ റിലയബിൾ ലോ ലാറ്റൻസി കമ്മ്യൂണിക്കേഷൻ. ഫ്രീക്വൻസി റിയൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസന്റ് ആയ ചാനൽ അല്ല, കോ ചാനലുകളിൽ സെയിം ഫ്രീക്വൻസി ഉപയോഗിക്കുകയാണ്. കോ ചാനൽ വരുന്നിരിക്കുന്നത് ഒരു ക്ലസ്റ്റർ സൈസിന് അപ്പുറത്തുള്ള സെല്ലായിരിക്കും. അഡ്ജസന്റ് ചാനലല്ല ഫ്രീക്വൻസി റിയൂസ് ഉപയോഗിക്കാം. ഫ്രീക്വൻസി റിയൂസ് എന്ന് പറഞ്ഞാൽ സെയിം ഫ്രീക്വൻസിയാണ്, പക്ഷേ അഡ്ജസന്റ് ചാനലല്ല. സോ യൂസിങ് സെയിം ഫ്രീക്വൻസി ഇൻ നോൺ അഡ്ജസന്റ് സെൽസ്. സെൽ സ്പ്ലിറ്റിംഗ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെൽ സ്പ്ലിറ്റിംഗ് ആണ്. ഡിവൈഡിങ് ലാർജ് സെൽസ് ഇൻറ്റു സ്മോളർ സെൽസ്. എന്തിനാണ്? കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി, സ്പെക്ട്രൽ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി. ഹാൻഡ് ഓവർ occurs when a call moves between cells. RSS stands for received signal strength. ഇത് മെഷർ ചെയ്യുന്നത് മൊബൈൽ തന്നെയാണ് റിസീവ് സിഗ്നൽ സ്ട്രെങ്ത് മെഷർ ചെയ്യാം. അങ്ങനെയാണ് ഹാൻഡ് ഓഫ് പ്രൊസീജിയറിലേക്ക് കടക്കുന്നത്. ഇനി LTE ഹാർഡ് ഹാൻഡ് ഓഫ്. LTE ലോങ് ടേം എവല്യൂഷൻ 4th ജനറേഷൻ ആണ്. അവിടെ ഉപയോഗിക്കുന്ന മൾട്ടിപ്പിൾ ആക്സസ് ടെക്നിക്സ് ഓർത്തോഗണൽ FDMA ആയതുകൊണ്ടാണ് ഹാർഡ് ഹാൻഡ് ഓഫ് ഉപയോഗിക്കുന്നത്. ഹാർഡ് ഹാൻഡ് ഓഫ് എന്ന് പറഞ്ഞാൽ ഹാർഡ് ഹാൻഡ് ഓഫിൽ പ്രത്യേകത ആദ്യം ബ്രേക്ക് ആണ് സംഭവിക്കുക, പിന്നീടാണ് മേക്ക് ചെയ്യുക. ഹാർഡ് ഹാൻഡ് ഓഫ്. ഓക്കെ, ബ്രേക്ക് ബിഫോർ മേക്ക്. which generation ഉണ്ട്? IoT വരുന്നത് 5th ജനറേഷൻ. IoT ആൻഡ് ഓട്ടോണോമസ് വെഹിക്കിൾ സപ്പോർട്ട് ഇൻ 5th ജനറേഷൻ. which generation introduce high speed data ആൻഡ് ഓൾ IP നെറ്റ്വർക്ക്. ശ്രദ്ധിക്കൂ, ഹൈ സ്പീഡ് ഡാറ്റ എന്ന് പറയുമ്പോൾ 5Gയിലേക്ക് വരുതരുത്. 5G എന്ന് പറഞ്ഞാൽ അൾട്രാ ഹൈ സ്പീഡാണ്. ഇനി ഓൾ IP നെറ്റ്വർക്ക് 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ ഓൾ IP നെറ്റ്വർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് 4th ജനറേഷനിലാണ്. സോ ആൻസർ ഈസ് 4th ജനറേഷൻ.